വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ചൂരമീൻ പെരട്ടാണ്. അപ്പോൾ വീഡിയോസൊക്കെ എൻ്റെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോയാലോ? വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാൻ എടുത്തേക്കുന്ന ചൂരമീൻ പെരട്ടിന് ഒരു 20ഓളം ചെറുള്ളി മാത്രമാണ് എടുത്തേക്കുന്നത്. സവോള വേണ്ട. അതൊരു അത്യാവശ്യം വലുപ്പത്തിന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഇടത്തരം 2 തക്കാളി കട്ട് ചെയ്തത്, പിന്നെ അരമുറി തേങ്ങ, ഒറ്റ പാലേ ഉള്ളൂ, പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചൂരമീനാണ്, കഴുകി വൃത്തിയാക്കി അതിൽ മസാല, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി അടുപ്പത്ത് വെച്ചു. നമ്മൾ വെണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്നിളക്കുക. അതിലേക്ക് പച്ചമുളക് 2 കീറിയതും കൂടെ ഇട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചെറുള്ളി നന്നാക്കിയതും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഉപ്പിടുമ്പോൾ വേഗം വഴറ്റിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് വാടി വരുമ്പോൾ 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇതിനൊപ്പം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് അത്യാവശ്യം വാടി വരട്ടെ. കാര്യം ഈ കറിക്ക് നന്നായിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നാലേ കറിക്ക് നല്ല തിക്നെസ്സൊക്കെ കിട്ടുള്ളൂ. അപ്പം ഇച്ചിരി സമയം എടുക്കും, എന്നാലും നമുക്കിത്തിരി ടൈം കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. ആദ്യം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം നമ്മുടെ എരിവും കളറൊക്കെ ഉള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. ഇപ്പോൾ 1.5 ടീസ്പൂണായിട്ടേക്കുന്നത്. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി കൂടുതൽ വേണ്ട, കാര്യം അത് എടുത്ത് നിൽക്കും, കുറച്ച് മതി. അത് കഴിഞ്ഞ് നമുക്ക് കുരുമുളക് ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി മെയിൻ കണ്ടൻറ്റായ നമ്മുടെ ഗരം മസാല പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചൂരമീൻ പെരട്ടിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗരം മസാല പൊടിച്ചതും ചെറുള്ളിയാണ് അതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിടുക. ഇടയ്ക്കൊന്ന് അടി പിടിക്കണമെന്ന് തോന്നിയാൽ ലേശം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കത്തില്ല. എന്നിട്ട് ഈ മസാലൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളി ഉപയോഗിക്കാം. വാളംപുളി ഉപയോഗിക്കാം, കുടംപുളി ഇടാം. ഞാനിപ്പോൾ കുടംപുളി ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇച്ചിരി ഗ്രേവി ലുക്കിലാക്കി എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വൃത്തിയാക്കി പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് ഒരു തിള വരാൻ വേണ്ടി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം ഒന്ന് തിള വന്നിട്ടുണ്ട്. ഈ തിള വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാലാണ് അടുത്ത് ഒഴിക്കേണ്ടത്. ഒരു 1/4 പാല് മാത്രമേ ഉള്ളൂ. പാല് നന്നായിട്ട് കറക്കി അതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ചൂരമീൻ പെരട്ടിൻ്റെ മെയിൻ കണ്ടൻറ്റ് തേങ്ങാപ്പാലാണ്. അതിനോടൊപ്പം ഗരം മസാല, ചെറുള്ളി. അപ്പോൾ എന്നാലും നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ കയറി വരത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിടാം. ഇത് നന്നായിട്ട് തിളച്ചു വന്നു. ഈ സമയത്ത് നമുക്ക് മസാലയും ഉപ്പും എരിവൊക്കെ പാകമാണെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഗരം മസാലയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ലേശം ഉലുവ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിനും മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉലുവയും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇനി നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോൾ എന്നിട്ട് ഇതേ നോക്കി നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടോ. നമ്മൾ സാധാ മുളക് ചാറും തേങ്ങ അരച്ചുമൊക്കെയല്ലേ വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ പെരട്ടി വെച്ചിട്ടല്ലോ നല്ല മസാലയൊക്കെ ചേർന്ന് വരുമ്പോൾ ഒരു ടേസ്റ്റ് കഴിച്ചു നോക്കാൻ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തിൻ്റെ കൂടെ, അപ്പം, പുട്ട്, എന്തിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ചോറും മീൻകറിയാണ് കേട്ടോ. കപ്പയും കഴിക്കാം കേട്ടോ. അടിപൊളി കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചൂരമീൻ പെരട്ടി ഇവിടെ തയ്യാറായി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ ആ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ താങ്ക് യു.